ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ വ്ളോഗിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോകുന്നത് നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്കാട്ടോ. അപ്പോൾ അതും അതിന് മുന്നായിട്ട് ഒരു പാർക്കിലേക്കും കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ബസ് നിന്ന് ചെറിയ റീൽസ് എടുക്കുന്ന ഒരു തിരക്കിലാട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കട്ടെ. നമ്മൾ അധികം നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഒരു പാർക്കില് എത്തിയിട്ടാ. കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് എൻജോയ് ചെയ്യണേ. ഇതിലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ മറ്റേ കുതിരല്ല, കാള. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് അങ്ങനെ നടന്ന എല്ലാ കാഴ്ചകളൊക്കെ കണ്ടു നോക്കിയിട്ട് അവിടെ ഇങ്ങനെ 4 ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. വലുത്, ചെറുത്, പിന്നെ അതിനേക്കാളും ചെറുത്, പിന്നെ പറ്റി ചെറുതായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഓരോ ഷേപ്പിലായിട്ടാണ് ഓരോ ബ്രിഡ്ജ് ഉള്ളത്. അപ്പം നമ്മൾ അതിലൊക്കെ ഒന്ന് കയറിയിട്ട് നോക്കാറുണ്ട്. അപ്പം ഏറ്റവും ഉയരമുള്ളതിൽ നമുക്ക് ഫസ്റ്റ് കയറാമെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോവാണ്. കയറണ സമയത്ത് ഇത് ഇളകണ സമയത്ത് ചെറുതായിട്ടൊരു പേടിയുണ്ട് കേട്ടോ. എന്നാലും എല്ലാവരും കൂടെ ഉണ്ടാകുമ്പം ആ പേടി മറന്നു പോകണുണ്ട്. ആടിക്കോട്ടെ, അത് അങ്ങനെ ഏതായാലും എല്ലാവരും ഒന്ന് ഇറങ്ങി ടൈമെന്ന്. പിന്നെ എല്ലാ ഇതിലും ഒന്നും കൂടെ ഒക്കെ കയറി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടന്ന് നോക്കുകയാണ് ഇനി എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇത് കണ്ടത്. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച കേട്ടോ. ഗെയിം സിംഗ് നല്ല ഉഷാറായിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഏറ്റവും മുകളിൽ ആത്തി കഴിഞ്ഞേ ഒന്നുള്ളൂ. അവിടുത്തെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു ബസ്സിൽ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വീതിച്ചു കൊടുക്കട്ടെ. ഇവനാണ് എല്ലാ സാധനങ്ങളും ഉഷാറായിട്ട് എല്ലാവർക്കും എത്തിക്കുന്നുണ്ട്, ഒരേപോലെ എത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ മോനാണത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിതാ പോവുകയാണ്. ഏകദേശം ഉച്ച ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം കൂടെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും വഴിയിലിരുന്നിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കുകയാണ്. നല്ല മന്തി റൈസും ചിക്കൻ പീസും ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. നമ്മൾ മുന്തിരിത്തോട്ടാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. മഞ്ഞ് കോടമഞ്ഞ് ഇറങ്ങിയതാണ്. ഇവിടെ റേഞ്ചിന്റെ ഓണാക്കി പെണ്ണവിടെ റേഞ്ചില്ല.
അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടം എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള മുന്തിരിത്തോട്ടമാണ് സന്ദർശിച്ചത്. ഇവിടെ കുറച്ചാണ് കായ്ച്ചിട്ടുള്ളൂ, പിന്നെ അധികം കായ്ച്ചില്ല. അപ്പോൾ ഈ ഭാഗം ഫസ്റ്റ് സന്ദർശിച്ചതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കായ്ച്ച് കഴിഞ്ഞത് ഉണങ്ങിപ്പോയതാണോ എന്നറിയില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ട് നടന്നു പോവാണ്. മുന്തിരി കായ്ച്ച് നിൽക്കണൊക്കെ കാണാന്ന് പറഞ്ഞ് പോയി നോക്കട്ടെ. മുന്തിരികൾ കായ്ച്ചു നിൽക്കുന്ന എന്ത് പൗത്തോട്ടും പറിക്കാത്ത തൊടാനും പറ്റൂല. മുന്തിരി അങ്ങനെ നമ്മുടെ ഫാമിലി എല്ലാവരും മുന്തിരിത്തോട്ടത്തിലിരുന്നു. ഒരു ഫാമിലി പിക്കും ഒരു വീഡിയോ എടുക്കുക കേട്ടോ. നല്ല അടിപൊളി മുന്തിരി ജ്യൂസ് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഫ്രഷ് ജ്യൂസാണ്. ഇവിടുന്ന് നേരെ മുന്തിരി പറിച്ചിട്ട് ജ്യൂസ് അടിക്കുക കേട്ടോ. അപ്പം ചേച്ചിയാണ് ഇവിടെ ജ്യൂസ് അടിച്ചു തരുന്നത്. വാ അതില്ലപ്പാ. തനൂസേ ടേസ്റ്റ് ഉണ്ടടാ. ഇനി രണ്ടാമത് ഈ ഒരു ഭാഗത്ത് ഒരു മുന്തിരിത്തോട്ടം കൂടെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടാട്ടെ ഇനി പോണത്. ഗാർഡനിലാണ് എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോ അവിടെ നിന്ന് എടുത്ത് എവിടെ നിലൂടെ ഈ ഒരു മുന്തിരിത്തോട്ടം കണ്ടപ്പം പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷം. നല്ല കാഴ്ചയിട്ടാ, ഒരുപാടുണ്ട്, നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ പറിക്കാൻ പാടില്ല കേട്ടോ, ഒറ്റൊന്നും. എണ്ണം വീഡിയോ അല്ല തല തട്ടി പോയാല് സ്ഥലാണ് മക്കളെ. നല്ല മുന്തിരിങ്ങട്ട് നിറഞ്ഞു നിൽക്കുമെന്ന് പറഞ്ഞാല് മൂത്താപ്പാ തിന്നാ മുന്തിരിത്തോട്ടത്തു നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചൊക്കെ കയറി നോക്കിയതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകണം. അപ്പോൾ ബസ്സിലുള്ള കുറച്ച് ലാസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ലാസ്റ്റത്തെ ആ ഒരു കലാശക്കോട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ ഒരു ചെറിയൊരു സ്നേഹോപകാരം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫാമിലിയുടെ വകയായിട്ട്. ബസ്സിലെ ഡ്രൈവർക്കും അതുപോലെ ഡ്രൈവറുടെ അസിസ്റ്റൻറ്റിനായിട്ട് ഒരു ഉപഹാരം കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ കലാശക്കോട്ട ആരംഭിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ട്രിപ്പ് ശരിക്കും 3 ദിവസമായിട്ടോ. നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് എത്തിയിട്ടുള്ളത്. ഏതായാലും നല്ല ഉഷാറായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.